തീരുന്നതുവരെ യുദ്ധം തുടരും. US പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം വലിച്ചു നീട്ടുമെന്ന് ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ. ഇറാനെ ആക്രമിക്കുന്നതിന്റെ വില എന്താണെന്ന് US മനസ്സിലാക്കണമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ജനറൽ മുഹമ്മദ് റൈസ നഖ്വി പറഞ്ഞു. 2029 ജനുവരി 20-നാണ് പ്രസിഡന്റ് സ്ഥാനത്ത് ട്രംപിന്റെ കാലാവധി കഴിയുന്നത്. എത്രത്തോളം ഈ യുദ്ധം നീളുന്നു അത്രയും പരിചയസമ്പത്ത് ഞങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ അമേരിക്കയെ നേരിടാമെന്നതിൽ പരിചയസമ്പത്ത് നേടാനായ ഒരു യുദ്ധം ഇതിനു മുൻപ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ 5 മാസം കൊണ്ട് അത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിച്ചു. ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ അടുത്ത സഹായി കൂടിയായ നഖ്വി US മാധ്യമമായ PBSനോട് പറഞ്ഞു, ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ ശത്രുക്കൾ ധൈര്യപ്പെടാത്ത തരത്തിൽ മുന്നറിയിപ്പ് ഞങ്ങൾ നൽകേണ്ടതുണ്ട്. എങ്കിലേ ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനാകൂ. അതിന് ഒരു മാർഗം അടുത്ത US പ്രസിഡന്റ് വരുന്നതുവരെ യുദ്ധം വലിച്ചു നീട്ടുക എന്നതാണ്. അതിലൂടെ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഉണ്ടാകുന്ന വില എന്തെന്ന് ബോധ്യപ്പെടുത്താനാകും. US അണ്വായുധം ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തിന് അത് അവർ ചെയ്യുന്ന അബദ്ധമായിരിക്കുമെന്ന് നഖ്വി പറഞ്ഞു. അവർ അണ്വായുധം ഉപയോഗിക്കുന്നതിന്റെ തൊട്ടടുത്ത നിമിഷം ലോകത്തുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും പിടിച്ചടയ്ക്കപ്പെടും. 2ാം ലോക യുദ്ധകാലത്തേക്കാൾ ഇന്ന് കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ലോക ജനത പ്രബുദ്ധരാണ്. അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ആരും അനുവദിക്കില്ല. കാരണം അടുത്തത് അവരായേക്കാമെന്ന് ലോകത്തിന് ബോധ്യമുണ്ട്. മാത്രമല്ല, യുദ്ധത്തിനിടെ അമേരിക്ക വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയില്ലെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് ലക്ഷ്യങ്ങൾ ആവർത്തിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഖാർഗ് ദ്വീപിനെ ആക്രമിക്കുമെന്ന ഭീഷണിയും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ നടത്തിയ നീക്കങ്ങളും ഉൾപ്പെടെ അമേരിക്ക നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടുവെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ വൻ സാന്നിധ്യവും ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞില്ലെന്നും ഓരോ നീക്കവും ഇറാന്റെ പ്രതിരോധം ആത്മവിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പ്രധാന ലക്ഷ്യം ശത്രുവിനെ ആക്രമിക്കുക മാത്രമല്ല, ഭാവിയിൽ ആരും വീണ്ടും ആക്രമിക്കാൻ ധൈര്യപ്പെടാത്ത വിധം ശക്തമായ പ്രതിരോധ ശേഷി സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനായി ദീർഘകാല പ്രതിരോധ തന്ത്രവും സാമ്പത്തിക സമ്മർദ്ദവും സൈനിക തയ്യാറെടുപ്പും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്നും പറഞ്ഞു. ഇറാനെ ആക്രമിക്കുന്നതിന് വളരെ വലിയ വില നൽകേണ്ടി വരുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥ വിജയമെന്നും അതുവഴി ഭാവിയിലെ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇറാൻ ഒരിക്കലും ആണവ ബോംബ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും അതിന്റെ ആവശ്യമില്ലെന്നും നഖ്വി വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തലിനെതിരെ നിലകൊള്ളുന്ന ജനങ്ങളുടെ പിന്തുണയാണ് ഇറാന്റെ യഥാർത്ഥ ശക്തിയെന്നും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആശയങ്ങളും മൂല്യങ്ങളും തന്നെയാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധ ശേഷിയെന്നും അദ്ദേഹം പറഞ്ഞു. കൂട്ടക്കൊലകൾക്ക് വഴിവെക്കുന്ന ആണവായുധങ്ങൾ ഇറാന്റെ നയത്തിന്റെ ഭാഗമല്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. പാശ്ചാത്യ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ IRGC തയ്യാറാകില്ലെന്ന ആരോപണവും നഖ്വി തള്ളി. പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങളിലേക്ക് ഇറാന്റെ ശബ്ദം എത്തണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ ഇറാന്റെ നിലപാടുകൾ പ്രചരിപ്പിക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ താല്പര്യം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഇറാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ മറച്ചുവെക്കാനോ ന്യായീകരിക്കാനാകാത്തതൊന്നുമില്ലെന്നും രാജ്യത്തിന്റെ കാഴ്ചപ്പാടും ലോകം കേൾക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.